കൊട്ടാരക്കരയിൽ 3 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ ഡ്രൈവർക്ക് വലിയ പിഴവ് സംഭവിച്ചു. അമിത വേഗത്തിലായിരുന്നു, ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല തുടങ്ങിയ കണ്ടെത്തലുകളാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 1 മാസം മുൻപാണ് ഈ ചവറ സ്വദേശിയായിട്ടുള്ള ഡ്രൈവർ ഈ ഗൾഫിൽ നിന്നെത്തിയത്. ഏകദേശം ഈ വാഹനം 17 വർഷത്തോളം പഴക്കമുള്ളതാണ്. പലതവണ നിയമലംഘനങ്ങൾക്ക് പിടികൂടിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ GPS സംവിധാനം ഓഫാക്കിയ നിലയിലാണ്. ഈ അപകടത്തിന് പിന്നാലെ ഈ ഡ്രൈവറെ മാത്രമല്ല, ഇവിടുത്തെ സംവിധാനങ്ങളെ, മോട്ടോർ വാഹന വകുപ്പിനെ അടക്കം പഴിച്ചുകൊണ്ടാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. വലിയ പ്രതിഷേധം ഒരു ഘട്ടത്തിലൂടെ ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. വിനീഷിലേക്ക്. വിനീഷ്, ഈ നാട്ടുകാർ നേരത്തെ ആരോപിക്കുന്നത് പോലെ കൃത്യമായ പരിശോധനകൾ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും ഈ സ്കൂൾ ബസ്സുകളാണെങ്കിൽ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായി പരിശോധന നടത്താറുണ്ട്. പക്ഷേ ഇതുപോലുള്ള ചരക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഭാരമേറിയ വാഹനങ്ങളിലും പരിശോധന ആവശ്യമാണ്. മാത്രമല്ല, ഇതുപോലെ തുടർച്ചയായി നിയമലംഘനങ്ങൾ നടത്തുന്ന ഒരു വാഹനത്തിന് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വീണ്ടും ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? മാത്രമല്ല, ഇത്തരമൊരു അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും അതുപോലെ തന്നെ പരിശോധനകൾ കർശനമാക്കിയതായുമാണ് എൻഫോഴ്സ്മെൻറ്റ് RTO ദിലു നമ്മളോടൊപ്പം അല്പസമയം മുന്നേ പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യാപകമായ ഒരു പ്രതിഷേധത്തിനും കാരണമാകുന്നുണ്ട്. ഇന്ന് രാവിലെ 7 മണിക്കാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. അപകടത്തിനുണ്ടാക്കിയ ഈ ടിപ്പർ മുൻപും സമാനമായ രീതിയിൽ വാഹനം മറിഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ മറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫിറ്റ്നസ് ക്യാൻസലായ സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനം ഒരിക്കലും നിരത്തുകളിലൂടെ ഓടിക്കാൻ സാധ്യമല്ല എന്ന് വാഹന വകുപ്പിനടക്കം പരിശോധനയിൽ കൃത്യമായി വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും വീണ്ടും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ടോം. പക്ഷേ ഇന്ന് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു സംഭവമായി പോയി. കാരണം ഒരു വിദ്യാർത്ഥിയും അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഇതുമായിട്ട് സ്കൂളിൽ പോകാനായിട്ട് നിന്ന വിദ്യാർത്ഥിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ വിദ്യാർത്ഥിക്കും ഇതിൽ വിദ്യാർത്ഥിയും ഇതിനകത്ത് പെട്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് വലിയ തിരക്കുള്ള ഒരു റോഡൊന്നുമല്ല. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയ്ക്ക് സമാനമായി കടന്നു പോകുന്ന ഒരു റോഡാണ്. ആവണീശ്വരം നീലേശ്വരം റോഡാണ്. ഈ റോഡിലാണ് അമ്പലപ്പുറം ഭാഗത്തു നിന്നും വന്ന ഈ ടിപ്പർ, നല്ല ഫുൾ ലോഡ് കയറ്റി വന്ന ടിപ്പറാണ്. ഈ ടിപ്പറാണ് അമിത വേഗതയിലെത്തുകയും റോഡ് സൈഡിൽ തന്നെ ഒരു ബൈക്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഹരിലാൽ എന്ന ഒരു വ്യക്തിയെ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ വാഹന നിയന്ത്രണം നഷ്ടപ്പെട്ട് വളവ് തിരിഞ്ഞു വന്ന് ബസ് കാത്തുനിന്ന 10ലധികം ആൾക്കാരിലേക്ക് വാഹനം ഇടിച്ചു കയറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ ഒരു അപകടം മുന്നമേ കണ്ടുകൊണ്ട് തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അവിടെ നിന്നും ഓടി മാറിയത് കൊണ്ടാണ് അപകടത്തിൻ്റെ വ്യാപ്തി അല്പം കുറഞ്ഞത്. എന്നാലും 3 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു സംയോജിതമായി നാട്ടുകാരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞ് തന്നെ നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സ് വിവരമറിയിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഉടൻ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഫയർഫോഴ്സ് ദ്രുതഗതിയിലെത്തുകയുമായിരുന്നു. അങ്ങനെ മണ്ണിനടിയിൽപ്പെട്ട നിരവധി വിദ്യാർത്ഥികളെ അടക്കം ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റി. 5ലധികം വിദ്യാർത്ഥികളാണ് പല ആശുപത്രികളിലായിട്ട് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അതായത് അപകടത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊല്ലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലുമായിട്ടെല്ലാം ദ്രുതഗതിയിൽ പ്രവേശിപ്പിക്കുകയും അവർക്ക് ചികിത്സ ലഭ്യമാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിവിൻ്റെ മൃതശരീരം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു മണ്ണിനടിയിൽ നിന്നും എടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാവാം പാർത്ഥിവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മുതിർന്ന 2 പേർ, ഒരാൾ KSRTCയിലെ ജീവനക്കാരനാണ്, മറ്റൊരാൾ ട്യൂട്ടോറിയൽ പാരലൽ കോളേജിലൊക്കെ അധ്യാപകൻ കൂടിയാണ്. നാട്ടിലൊക്കെ വളരെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അവർക്കാണ് ഇത്തരത്തിലുള്ളൊരു ഗതി, ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു ദുഃഖം ഇവിടെ വിട്ടുമാറിയിട്ടില്ല. ഈ ഒരു ഷോക്കിൽ നിന്ന് ആരും മുക്തരായിട്ടില്ല. കാരണം 7 മണി സമയത്താണ് ഈ ജോലിക്ക് പോകുന്നവരുണ്ടായിരുന്നു, അത് സ്കൂളിൽ ട്യൂഷന് പോകുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികളുടെയൊക്കെ മനസ്സിൽ
മനസ്സിൽ ഇത് വലിയ ഒരു ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ് ഈ ഒരു അപകടം. കാരണം ഈ സിനിമാ രംഗങ്ങൾ പോലെ വലിയ അമിത വേഗതയിലെത്തുകയും വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവരുടെ ഇടയിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. അതുപോലെ ഈ വാഹനത്തിലുണ്ടായിരുന്ന മണ്ണ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. മണ്ണും കട്ടയും കല്ലും എല്ലാം ഉൾപ്പെടുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഈ ഒരു അപകടം സംഭവിച്ചത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ്, ഈ 17 വർഷം പഴക്കമുള്ള വാഹനം നിരത്തുകളിലൂടെ ഓടുമ്പോൾ പാലിക്കേണ്ട യാതൊരു മര്യാദകളും പാലിക്കാതെ, യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വാഹനം ഇവർ കൊണ്ടു നടന്നത് എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. വീണ്ടും ഈ നിയമത്തിൻ്റെ ചില പഴുതുകൾ കൊണ്ട് രക്ഷപ്പെടുന്നവർ വീണ്ടും നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ കർശനമായ നടപടിയാണ് വേണ്ടത്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് RTO അടക്കം സ്ഥലത്തെത്തുകയും വാഹനത്തിൻ്റെ ഫിറ്റ്നസ് അടക്കം ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വീപ് ഗവർണർ അടക്കം ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഈ വാഹനത്തിൻ്റെ വീൽ ബാക്ക് ഭാഗത്തെ 4 വീലുകളും തേഞ്ഞ നിലയിലായിരുന്നു. തികച്ചും അപകടകരമായ രീതിയിൽ തന്നെയായിരുന്നു ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവർ സമയബന്ധിതമായിട്ട് ഓടിയെത്തുന്നതിന് വേണ്ടിയാണ് ഇവർ അമിത വേഗതയിൽ വാഹനം ഓടിച്ചിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ വാഹനം ഓടിക്കാൻ ഹെവി ലൈസൻസ് പോലും ഇല്ലാത്ത ഒരാളാണ് വാഹനം ഓടിച്ചത് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മുൻപും സമാനമായ രീതിയിൽ അപകടം സൃഷ്ടിച്ച വാഹനം വീണ്ടും ഇതേ രീതിയിൽ അപകടമുണ്ടാക്കി എന്നുള്ളതാണ് കേട്ടോ. വ്യക്തമാണ്. അതാണ് വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും തുടർച്ചയായി ഗതാഗത നിയമലംഘനം നടത്തിയിട്ടുള്ള വാഹനമാണ് ഈ അപകടം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നാലെ വലിയ നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ കടന്നിട്ടുണ്ട്. പക്ഷേ ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ, ഇത്തരം പരിശോധന ശക്തമാക്കിയിരുന്നുവെങ്കിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. എന്തായാലും ഇനി ഇതുപോലുള്ള ഒരു ദുരന്തം സംഭവിക്കാൻ പാടില്ല. ശക്തമായ ഇടപെടലുകളാണ് അധികാരികളുടെ ഭാഗത്തുണ്ടാകേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.